ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു റമദാൻ പ്രിപ്പറേഷൻ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം ആണല്ലേ സമൂസ. ഇനി സമൂസ ഷീറ്റ് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഹോം മെയ്ഡ് സമൂസ ഷീറ്റിന് വേണ്ടി ഞാനിവിടെ 3/4 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1/2 കിലോ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും നമ്മുടെ ഷീറ്റിന് കുറച്ചൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല ചപ്പാത്തിയുടെ പരുവത്തിലുള്ള മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാൽഡ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഡാൽഡ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഞാനൊരു ക്ലീൻ റാപ്പ് ഇട്ട് ഒന്ന് കവർ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റിന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു 2-3 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിനി ചെറിയ ബോൾസ് ആക്കി ഒരു ചപ്പാത്തി പലകയുടെ മുകളിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഓവർ വലുപ്പം വേണ്ട, കുറച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. കാണുന്ന പോലെ അത്ര സൈസ് മതി. ആ വലുപ്പത്തിൽ നമുക്കൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പൊടിയിൽ മുക്കിയിട്ട് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതുപോലെ അടുത്ത ബോൾസ് നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം കുറച്ച് പൊടിയിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ കമഴ്ത്തി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ബോൾസും ഒന്ന് നമുക്ക് പരത്തിയെടുക്കണം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നമ്മളങ്ങനെ പൊടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ബോൾസും നമ്മളങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള 2 ഷീറ്റ് എടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. ഒരുമിച്ച് വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം, എന്നാലേ ഷീറ്റിന് നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ അടുത്ത ചപ്പാത്തിയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാതും നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഷീറ്റുകൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. നമ്മൾ സാധാ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ബോൾസൊക്കെ വന്നതിന് ശേഷം ഒന്നും കൂടെ തിരിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഷീറ്റുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ 2 ഷീറ്റ് ഒരുമിച്ച് വെച്ചിട്ടാണ് പരത്തിയതും ചുട്ടതും. അപ്പോൾ ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ചൂടോടെ തന്നെ അത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ചൂടോടെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അടുത്ത ഷീറ്റും ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ നമുക്ക് ചൂടോടെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും എല്ലാ ഷീറ്റും നമ്മൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഷീറ്റുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഷീറ്റുകളും ഒരുമിച്ച് തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഷീറ്റുകൾ വേസ്റ്റ് ആയിട്ട് വരും.
അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഒരുപോലെ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഞാൻ ഓരോ സൈഡുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാ സൈഡും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ സമോസ ഷീറ്റ് വളരെ തിന്നായിട്ട് നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ ഒരുപാട് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എത്രത്തോളം നൈസാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഇതിൻ്റെ തിക്നെസ് കണ്ടില്ലേ, വളരെ നേരിയതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നേരിയ ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം കളയരുത് കേട്ടോ. അത് നമുക്ക് സമൂസ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഷീറ്റുകളൊക്കെ നമുക്കിനി ഒരു ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് സമൂസ ഉണ്ടാക്കാനും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നല്ല ഫ്രഷ് ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാ ഈ അളവിൽ എനിക്ക് ഏകദേശം ഒരു 200 ഷീറ്റെങ്കിലും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ റമദാൻ എന്തായാലും ഇത് മതി. അപ്പോൾ ഞാൻ നല്ല അടിപൊളി സമോസയൊക്കെ ഉണ്ടാക്കി ഷീറ്റിലൊക്കെ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഷീറ്റ് എടുത്ത് ഞാനിങ്ങനെ ഫില്ലിങ്സ് ഒക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. സമൂസ ഷീറ്റ് മടക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോരോ ഷീറ്റായി മടക്കി എടുത്ത് അതിൽ ഞാൻ ഫില്ലിങ്സ് വെച്ച് കുറച്ച് മൈദമാവ് വെള്ളത്തിൽ കലക്കി അതിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഫ്രോസൺ ചെയ്ത് നമുക്ക് ആവശ്യത്തിനായിട്ട് എടുത്ത് പൊരിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഷീറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി റമദാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടുള്ള സമൂസയുടെ ഒരു കിടിലൻ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.